ഇത് മറ്റൊന്നുമല്ല, നമുക്കറിയാവുന്നതുപോലെ ജിടെക് ഒരുപാട് മെമ്പർ കമ്പനീസ് അതിനകത്ത് ഉണ്ട്. അവർ സ്വമേധയാ വളണ്ടറിലി ഈ ഇൻഡസ്ട്രിക്കകത്ത് ടെക്നോളജിക്കൽ ചേഞ്ച് വരുത്തുമ്പോൾ ഉണ്ടായ ഒരു പ്രോബ്ലം, അത് ഇന്ന് ഒരു കമ്പനിക്ക് വരാം, നാളെ മറ്റു കമ്പനിക്ക് വരാം. അതുകൊണ്ട് ആവുന്നത്ര ഈ കാര്യത്തിൽ ഈ ചേഞ്ച് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ട് ഷെയർ ചെയ്യുക എന്നൊരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് ആണ് ജിടെക് ഇതിന് വളണ്ടറിലി തയ്യാറായിരിക്കുന്നത്. അപ്പോൾ കോർ ഓഫ് ഹെൽത്തിൽ നിന്ന് പോകുന്ന ആവുന്നത്ര ആളുകളെ ഇതിലെ ജിടെക്കിലെ കമ്പനീസ് എടുക്കും, അബ്സോർവ് ചെയ്യും. അതാണ് അതിന്റെ ഡീറ്റെയിൽസ് അവർ തന്നെ വിശദീകരിക്കും. ജിടെക് ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് നമ്മുടെ കൊച്ചിയിലെ ഇൻഫോ പാർക്ക്, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്, കോഴിക്കോട്ടെ സൈബർ പാർക്ക്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കമ്പനീസും ഉണ്ട്. കേരളത്തിലെ IT എക്കോസിസ്റ്റം എല്ലാ കമ്പനീസിനെയും കവർ ചെയ്തുള്ള ഒരു ഓർഗനൈസേഷനാണ്. 25 വർഷമായി. ആദ്യം മുതലേ ഗവൺമെന്റിന്റെ കൂടെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇതുപോലെ ഇപ്പം ഒരു ചേഞ്ച് നടക്കുന്ന സംഭവമാണ്. എല്ലാവരും AI ചേഞ്ചസ് കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ ഏരിയ ഇല്ലാതാവുകയാണ് ഈ AI വന്നതോടെ. അപ്പൊ ഇങ്ങനെയുള്ള ഇതുപോലെ തന്നെ ചേഞ്ചുകൾ പല കമ്പനീസിനും ഫേസ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള സമയത്താണ് ജിടെക് ഞങ്ങൾ ഇന്റേണലി ഞങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതുവഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫൈൽസ് ഷെയർ ചെയ്യാം. ഇപ്പം എവിടെയെങ്കിലും ലേ ഓഫ് ആകുന്നവരുണ്ടെങ്കിൽ അകത്തോട്ട് ഷെയർ ചെയ്താൽ ജിടെക്കിലെ ഇന്റേണൽ കമ്പനീസ് എല്ലാവരും ഹയർ ചെയ്യുന്നവരുണ്ട്. AI ചലഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അത്രയും തന്നെ ഓപ്പർച്യൂണിറ്റീസും കൊണ്ടുവരുന്നുണ്ട്. അല്ലാതെ എല്ലാം മോശമാണെന്ന് പറയരുത്. ഈ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മളെല്ലാം ഉപയോഗിക്കാൻ നോക്കുന്നത്. ആ സമയത്ത് വി വുഡ് നീഡ് ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ട് ഹയർ ചെയ്യുന്ന എല്ലാവരെയും ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ എടുക്കാൻ നോക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫൈൽസ് ഷെയർ ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ജിടെക്കിന്റെ ഇതൊരു ഗ്യാരണ്ടി അല്ല, ബട്ട് വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു മേക്ക് ഷുവർ എത്രയും ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് പ്ലേസ്മെന്റ് വെക്കാൻ അത്രയും നമ്മൾ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഡിസ്ട്രപ്ഷൻ വരുമ്പോൾ ഏറ്റവും സ്മൂത്തായിട്ട് കേരളത്തിന്റെ പേര് പുറത്ത് എങ്ങനെ പോർട്രേ ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതായത് പുറത്തുനിന്നുള്ള കമ്പനീസ് ഇപ്പം ഒത്തിരി പേര് GCC ആയിട്ട് വരുന്നുണ്ട്. ഇവരൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കേരളത്തിന്റെ IT ഇൻഡസ്ട്രിന്ന് സെർച്ച് ചെയ്യുമ്പോൾ നല്ല ന്യൂസുകൾ വരണം. അപ്പം അതിനുവേണ്ടി ജിടെക് ഏറ്റവും നല്ല ഇനിഷ്യേറ്റീവ് എപ്പോഴും എടുക്കാൻ നോക്കുന്നുണ്ട്. വിൽ കണ്ടിന്യൂ ടു ഡു ദാറ്റ് ആക്ഷൻ. ഇതിന്റെ ഒരു മെസ്സേജ്, ഒരു കമ്പനിയിൽ പ്രോബ്ലം വന്നു, പക്ഷേ കേരളത്തിലെ മറ്റു കമ്പനീസ് സഹകരിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ കോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. കാരണം ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുമ്പോൾ പ്രോബ്ലംസ് വരും കമ്പനികൾക്ക്. പക്ഷേ അതൊരു സ്ട്രെങ്തായി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നാളെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൾച്ചർ കേരളത്തിലുണ്ട് എന്ന ഒരു മെസ്സേജ് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്റേണലി നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഷെയർ ചെയ്യാനുള്ള, ജിടെക്കിന്റെ അകത്ത് തന്നെ എമംഗ് കമ്പനീസ്. അവിടുന്ന് നമ്മൾ സംസാരിച്ച് അവിടുന്ന് അവരുടെ പ്രൊഫൈൽ, അതായത് ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഷെയർ ചെയ്യുന്ന പരിപാടിയിലാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് അല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു വേറെ പ്ലാറ്റ്ഫോംസിലായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് കുറച്ചും കൂടെ കൂടുതൽ ഇതിന്റെ വഴിക്ക് നമ്മൾ ടാർഗറ്റഡ് ആയിട്ട് ചെയ്യാൻ നോക്കും. ഇപ്പോ കൂടുതൽ സ്കില്ലിംഗ് വേണ്ടി വരും അല്ലേ? ഇതിന് ഈ ഏരിയകളിലെല്ലാം അതാ പറഞ്ഞത് സ്കില്ലിംഗ് ആവശ്യം വരും എല്ലാ ഏരിയകളിലും. ഫോർ എക്സാമ്പിൾ ഇപ്പം AI പഠിക്കാത്ത ആൾക്കാർ നമ്മളെല്ലാവരും അവരെ സ്കിൽ ചെയ്യുന്ന പരിപാടികളുണ്ട്. ജിടെക് അതിനുള്ള കുറച്ച് പ്രോഗ്രാംസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മ്യൂലേൺ എന്ന് പറഞ്ഞുകൊണ്ട് ജിടെക്കിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. പലരും കേട്ട് കാണും. മ്യൂലേൺ വഴിക്ക് ഞങ്ങൾക്ക് കോളേജസ് ആയിട്ട് 65,000 സ്റ്റുഡൻസ് അവരെ കണക്റ്റഡ് ആണ് ഓൾറെഡി. അപ്പൊ ഇങ്ങനെ ഈ മ്യൂലേൺ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് വഴിക്ക് നമ്മൾ അപ്സ്കിൽ ചെയ്യാൻ നോക്കും. എന്നാലേ അവരെ
ഞങ്ങൾ ഇപ്പം ഇത് ഈ ഇങ്ങനത്തെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇനിഷ്യലി ഇത് തന്നെ നമ്മൾ ഓൾറെഡി ഇത് സെയിം ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പം അതുവഴിക്ക് നമ്മൾ വി തിങ്ക് അത് കുറച്ചും കൂടെ നമ്മൾ ഇത് വർക്ക് ചെയ്തിട്ട് നമ്മൾ പറയാം, അപ്ഡേറ്റ് ചെയ്യാം എത്ര വരാം. ഈ പ്രൊഫൈൽസ് നമ്മൾ ഓൾറെഡി ഫോറോ ഹെൽത്ത് മാനേജ്മെന്റുമായിട്ട് നമ്മൾ ഇന്ററാക്ഷൻ നടത്തിയിട്ടുണ്ട്. സോ വി ആർ ഗെറ്റിംഗ് ദാറ്റ് പ്രൊഫൈൽസ് ഫ്രം ഫോറോ ഹെൽത്ത് ആൻഡ് വിൽ ട്രൈ ടു സർക്കുലേറ്റ് ഇന്റേണലി ഇൻ അവർ കമ്പനി. ആൻഡ് അവരുടെ പോലെയുള്ള സ്കിൽ സെറ്റ് ആവശ്യമുള്ള കമ്പനികളെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് സ്പെസിഫിക്കലി ഞങ്ങൾ അയച്ചു കൊടുത്ത് അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ വെച്ചിട്ടാണ് മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രൊഫൈൽസ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ദ കമ്പനീസ്. എക്സാക്ട്ലി. ജിടെക് എന്ന് പറയുന്നത് തന്നെ ഇൻഡസ്ട്രി എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് വിത്ത് ദ കമ്പനി ടു ഗെറ്റ് ദ പ്രൊഫൈൽസ്. ഈ 900 എംപ്ലോയീസിന്റെയും പ്രൊഫൈൽസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഓൾറെഡി ഇന്ന് ജിടെക് ചെയർമാൻ എടുത്തു കഴിഞ്ഞു. ഇല്ല അത് ഓരോ സ്കില്ലും മാറും, ഓരോ കമ്പനിക്ക് ഓരോ സ്കില്ലായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ ഒന്ന് സ്കിൽ ചെയ്യും, അത് കഴിഞ്ഞ് ചില കമ്പനീസ് ഡയറക്റ്റ് ആയിട്ട് ആവശ്യമുണ്ടാവും, അതിന് ബേസ് ചെയ്ത് പൈസ നമ്മളൊരു പീരിയഡ് പ്ലസ് എനേബിൾ ആയിരുന്നു. എന്നാലും ഏകദേശം എത്ര പേർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഏകദേശം ധാരണ ഉണ്ടാവുമല്ലോ ഇപ്പത്തെ അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അങ്ങനെ ഒരു പകുതിയിലധികം ഇന്ന് ചെയർമാൻ സംസാരിച്ചവരുടെ അത് കഴിഞ്ഞ് നമുക്ക് പ്രൊഫൈൽസ് വാലിഡേറ്റ് ചെയ്യണം. പ്രൊഫൈൽസ് അയച്ചതിന് ശേഷം നമ്മൾ വാലിഡേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. ഇന്നാണ് മിനിസ്റ്ററുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തി നമ്മൾ അതിന്റെ ഒരു കോൺക്രീറ്റ് സ്റ്റെപ്സിൽ എത്തിയത് എന്നാണ്. സോ ടുഡേ ഓൺവേർഡ്സ് വി ആർ ടേക്കിംഗ് സ്റ്റെപ്സ്. നല്ല സാധ്യത ഉണ്ട് കൂടുതൽ പേരെ, അല്ലെങ്കിൽ തന്നെ ഇവർക്ക് സ്കിൽ അപ്ഗ്രേഡേഷൻ ഇവരുടെ ഇന്നത്തെ ഒരാവശ്യമാണല്ലോ. അപ്പോൾ കൂടുതൽ ആളുകളെ ഈ ഫീൽഡിൽ എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് മോശമില്ലാത്ത നമ്പർ പറ്റും. എല്ലാവരും ഇതിന് വന്നോളണമെന്നില്ലല്ലോ, ഓപ്പർച്യൂണിറ്റി വേറെയും കാണുമല്ലോ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ദർ ക്വാളിഫിക്കേഷൻ, ദർ സ്കിൽ. ഇതുപോലുള്ള ട്രെൻഡ്സ് വരികയാണ് നമ്മുടെ മേഖലയിൽ. അപ്പൊ അതിന് എങ്ങനെയാണ് സ്ഥിരമായി നമ്മൾ ഇനി ഇതിന് വന്നുകൊണ്ടിരിക്കും, ഇത്രമാത്രം കൊടുക്കാൻ പറ്റുന്ന ഇതൊരു ട്രെൻഡ് ഒരു അപകടകരമായി. അല്ല, ഇത് ട്രെൻഡ് അല്ലല്ലോ, ഇത് ഒരു റിയാലിറ്റിയാണ്. റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഈ കൊറോ ഹെൽത്തിൽ വന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. കൊറോ ഹെൽത്തിൽ വന്നത് സ്പെസിഫിക്കായിട്ട് എന്താണ് എന്നുള്ളത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് അവരുടെ ഈ ഒരു കൂട്ട പിരിച്ചുവിടലിന് എന്താ കാരണം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ കമ്പനികൾക്കും ചെറിയ പ്രശ്നങ്ങൾ വരാം. കാരണം ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ AI വരുമ്പോൾ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ പക്ഷേ ഒരു ഭാഗത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ മറുഭാഗത്ത് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്ത് വരുന്നതാണ് ടെക്നോളജിയുടെ പൊതു സ്വഭാവം. സമയമെടുക്കും, പക്ഷെ ആ ഒരു പ്രോസസ്സിൽ ചെറിയ പ്രയാസങ്ങൾ വരും. ആ പ്രയാസം ചുരുക്കാൻ വേണ്ടിയാണ് ജിടെക് പോലുള്ള ഒരു സംഘടന ഇപ്പോൾ രംഗത്ത് വന്നത്.